ഹായ് ഓൾ, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഹൈദരാബാദി റെഡ് ചിക്കൻ കറി. റെഡ് കളർ ഇത്തിരി കുറവാണ്, കാരണം ഞാൻ അധികം കളർ യൂസ് ചെയ്തിട്ടില്ല. പേരൊന്നും കേട്ട് ഞെട്ടൊന്നും വേണ്ട, നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന സാധാ ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്ന കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ടർ ചിക്കൻ്റെ പോലെ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനായിട്ട് 850 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഫോർക്ക് യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മാരിനേഷൻ നല്ല ഉള്ളിലോട്ട് പിടിച്ചോളും. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഏകദേശം 3 ടേബിൾ സ്പൂൺ തൈര് അധികം പുളിയില്ലാത്തത് എടുക്കണം, ഏകദേശം 1/4 കപ്പ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും 1 ടീസ്പൂൺ സൊർക്കയും കൂടെയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇടുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഏകദേശം 1 കപ്പോളം സവാള ഫ്രൈ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കൂടെ ഇടണം. അതിനായിട്ട് 2 മീഡിയം സൈസ് തക്കാളി, ഒരു 20 അണ്ടിപ്പരിപ്പും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ അരച്ചെടുത്ത ജാറിൽ തന്നെ 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടുന്നത് കുറച്ച് റെഡ് ഫുഡ് കളറാണ്. 1 പിഞ്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി വെച്ചുകൊണ്ട് അരമണിക്കൂർ കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്തായാലും അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ 2 പച്ചമുളക് നെടുകെ കീറിയത്, അധികം എരിവില്ലാത്തതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പിന്നെയും കുക്ക് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ചിക്കൻ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം വെന്തതിന് ശേഷം ലാസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ഹൈദരാബാദി റെഡ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.